ongoing thing. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. വാങ്ക സൈഡ് ഡിപ്ഡ് ഹിസ് പെൻ ഡാഷ് ദ ഇങ്ക് and went on writing, and yesterday I had such a hiding. The mother took me dash the hair and dragged me out dash the yard. ഇവിടെ ശരിയായ പ്രിപ്പോസിഷൻ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം. ഇവിടെ ബ്രാക്കറ്റിൽ ഇൻ ടു, ഫോർ, ഇൻ, ബൈ. വാങ്ക സൈഡ് ഡിപ്പ് ഹിസ് പെൻ ഇൻ, ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇൻ എന്നുള്ള പ്രപ്പോസിഷനാണ്. ഇൻ ദ ഇങ്ക് ആൻഡ് വെൻറ്റ് ഓൺ റൈറ്റിംഗ് ആൻഡ് യെസ്റ്റർഡേ ഐ ഹാഡ് സച്ച് എ ഹൈഡിങ്. ദ മദർ ടുക്ക് മീ ബൈ, ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു വാക്ക് ബൈ എന്നുള്ളതാണ്. ബൈ ദ ഹെയർ ആൻഡ് ഡ്രാഗ് മീ ഔട്ട് ഇൻ ടു ദി യാർഡ്. അപ്പോൾ ഒന്നാമത്തത് ഇൻ, രണ്ടാമത്തത് ബൈ, മൂന്നാമത്തത് ഇൻ ടു. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ദ ഹോമിയോപത്ത് ഡാഷ് ടു ലുക്ക് ഹാൻസം. He dashed another idea that his wife had to be rich and fat. Suddenly, a snake entered his room. He was dashed when it coiled round his arm. The snake saw its reflection in the mirror and got fascinated. It slowly uncoiled itself and moved on the table. The doctor dashed his shirt and ran to his friend's house. ഇത് ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുള്ള ഫ്രേസൽ വെർബുകൾ ടേക്കൺ അബാക്ക്, മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ്, പുട്ട് ഓൺ, പുട്ട് ഫോർവേഡ്. ടേക്കൺ അബാക്ക് എന്ന് വെച്ചാൽ ഭയപ്പെടുക, നിരുത്സാഹപ്പെടുക തുടങ്ങിയ അർത്ഥമാണ് ടേക്കൺ അബാക്ക് എന്നുള്ള ഫ്രേസൽ വെർബിനുള്ളത്. മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം ഒരു തീരുമാനം എടുക്കുക, ഉറച്ച ഒരു തീരുമാനം എടുക്കുക എന്നുള്ള അർത്ഥമാണ്. പുട്ട് ഓൺ എന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുക, പുട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് ഇവിടെ ഏറ്റവും ഉചിതമായ ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഹോമിയോപത്ത് ഡാഷ് ടു ലുക്ക് ഹാൻസം. Homeopath made up his mind to look handsome. He put forward another idea that his wife had to be rich and fat. Suddenly a snake entered his room. He was taken aback when it coiled around his arm. The snake saw its reflection in the mirror and got fascinated. It slowly uncoiled itself and moved on the table. The doctor put on his shirt and ran to his friend's house. A. Made up his mind. B. Put forward. C. Taken aback. D. Put on. അടുത്തതായി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വേർഡ് പിരമിഡ്. വേർഡ് പിരമിഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉദാഹരണം തന്നിട്ട് ആ ഒരു ഉദാഹരണം പോലെയുള്ള മറ്റൊരു വേർഡ് പിരമിഡ് ഉണ്ടാക്കാനുള്ള ഒരു ചോദ്യമാണ് സാധാരണ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 വേർഡ് പിരമിഡ് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഒന്ന്, ദ സ്മാർട്ട് ലേഡി ഓൺ ദ റോഡ് ഹൂ ഈസ് വാക്കിംഗ് വെരി ഫാസ്റ്റ്. ദ ബ്യൂട്ടിഫുൾ പാരറ്റ് ഇൻ ദ ഷോപ്പ് വിച്ച് ഈസ് ഫോർ സെയിൽ. The dark cloud in the nature that looks very beautiful. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസിൽ ദ സ്മാർട്ട് ലേഡി ഓൺ ദ റോഡ് ഹു ഈസ് വാക്കിംഗ് വെരി ഫാസ്റ്റ് എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ദ എന്നുള്ളത് ഡിറ്റർമിനറാണ്, സ്മാർട്ട് എന്നുള്ളത് അഡ്ജക്റ്റീവാണ്, ലേഡിയാണ് ഇവിടുത്തെ ഹെഡ് നൗൺ, ഓൺ ദ റോഡ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ക്ലോസ് ആണ്, ഹൂ ഈസ് വാക്കിംഗ് വെരി ഫാസ്റ്റ് എന്നുള്ളത് റിലേറ്റീവ് ക്ലോസ് ആണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ 3 ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് വരുന്ന ആ ഒരു വേർഡ് പിരമിഡിൻ്റെ അതേ പാറ്റേണിൽ തന്നെ വേർഡ് പിരമിഡ് ഉണ്ടാക്കുക. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. സ്റ്റഡി ദ വേർഡ് പിരമിഡ് ഗിവൺ ബിലോ. ബോയ്, ദ ബോയ്, ദ ക്യൂട്ട് ബോയ്, ദ ക്യൂട്ട് ഇൻ്റലിജൻറ്റ് ബോയ്, the cute intelligent boy in my class, the cute intelligent boy in my class who is our leader. Now prepare a word pyramid using the noun doctor. അപ്പോൾ ഇവിടെ നമുക്കൊരു വേർഡ് പിരമിഡ് തന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു വേർഡ് പിരമിഡ് ഉണ്ടാക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ നോക്കണം ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ ഉദാഹരണത്തിലും നമ്മൾ ആഡ് ചെയ്തിരിക്കണം. എന്നാൽ ഈ ഉദാഹരണത്തിൽ ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇവിടെ വേർഡ് പിരമിഡ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ആദ്യത്തെ ബോയ് എന്നുള്ളതൊരു നൗണാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്നപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡിറ്റർമിനർ ദ കൂടി ചേർത്തു, അങ്ങനെ ദ ബോയ് എന്നായി. അതിനുശേഷം
ദ എന്നുള്ളത് കഴിയുമ്പോൾ അവിടെ ഒരു അഡ്ജക്റ്റീവ് ക്യൂട്ട് എന്നുള്ള അഡ്ജക്റ്റീവ് കൂടി ചേർത്തു. അങ്ങനെ ദ ക്യൂട്ട് ബോയ് ആയി. അത് കഴിയുമ്പോൾ ദ ക്യൂട്ട് ഇൻ്റലിജൻറ്റ് ബോയ്, അവിടെ ഒരു അഡ്ജക്റ്റീവും കൂടി അടുത്ത സ്റ്റെപ്പിൽ കൂടുതലായിട്ട് വന്നു. അപ്പോൾ ഡിറ്റർമിനർ അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ എന്നുള്ള ഫോമാണ് അതിൻ്റെ 4ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഇതുപോലെ തന്നെ ഇൻ മൈ ക്ലാസ് എന്നുള്ളത് അഡീഷണൽ ആയിട്ട് വന്നു. അടുത്തതിലൊരു റിലേറ്റീവ് ക്ലോസ് കൂടി അഡീഷണൽ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ വേർഡ് പിരമിഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു ഉദാഹരണത്തിൽ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പിൽ നൗൺ മാത്രം എഴുതുന്നു, ഡോക്ടർ എന്നുള്ളതാണ് നൗൺ. 2ാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ കൂടെ ഒരു ഡിറ്റർമിനർ കൂടി ചേർത്തു, അപ്പോൾ ദ ഡോക്ടർ എന്നായി. അടുത്ത സ്റ്റെപ്പിൽ ഒരു അഡ്ജക്റ്റീവാണ് ചേർക്കുന്നത്, അപ്പോൾ യങ് എന്നുള്ള ആ ഒരു അഡ്ജക്റ്റീവ് നമ്മൾ ചേർക്കുന്നു, ദ യങ് ഡോക്ടർ എന്നായി മാറുന്നു. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു അഡ്ജക്റ്റീവാണ് നമുക്ക് തന്നിട്ടുള്ള ഉദാഹരണത്തിൽ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇവിടെയും ഒരു അഡ്ജക്റ്റീവ് ചേർക്കുക. അപ്പോൾ 2 അഡ്ജക്റ്റീവ് വരും, ദ യങ് ഹാൻസം ഡോക്ടർ. അടുത്ത സ്റ്റെപ്പിൽ ഇൻ കൂട്ടിയുള്ള ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെയും നമ്മൾ ആ രീതിയിൽ ദ യങ് ഹാൻസം ഡോക്ടർ ഇൻ ദ ഹോസ്പിറ്റൽ. അടുത്ത സ്റ്റെപ്പിൽ ഒരു റിലേറ്റീവ് ക്ലോസ് ആണ് നമുക്ക് തന്ന ഉദാഹരണത്തിലുള്ളത്, അതുകൊണ്ട് ഇവിടെയും ഒരു റിലേറ്റീവ് ക്ലോസ് നമ്മൾ ആഡ് ചെയ്യുക, ദ യങ് ഹാൻസം ഡോക്ടർ ഇൻ ദ ഹോസ്പിറ്റൽ ഹു ഈസ് ട്രീറ്റിംഗ് മൈ ഫ്രണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണ് ആഡ് ചെയ്തത് നമുക്ക് തന്ന ഉദാഹരണത്തിൽ അതേപോലെ തന്നെ നമ്മൾ എഴുതുക. ഓരോന്നും ഓരോ സ്റ്റെപ്പിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക. അടുത്തതായി പരീക്ഷയ്ക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സെൻറ്റൻസ് പാറ്റേൺ. അപ്പോൾ നമ്മൾ കുറച്ച് സെൻറ്റൻസുകളും ആ സെൻറ്റൻസ് ഏത് പാറ്റേണിൽ പെടുന്നതാണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. ഈ സെൻറ്റൻസ് ബൈഹാർട്ടായിട്ട് പഠിക്കുക, അതിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളതും ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കുക. കാരണം പരീക്ഷയ്ക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറയുന്ന ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഉത്തരങ്ങൾ എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തത് ഷീ റൺസ്. ഇവിടെ സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. ഷീ എന്നുള്ളത് സബ്ജക്റ്റാണ്, റൺസ് എന്നുള്ളത് വെർബാണ്. 2ാമത്തെ ഉദാഹരണം, ഷീ റൺസ് ഫാസ്റ്റ് എന്നുള്ളത് ക്രിയാവിശേഷണമാണ്, അല്ലെങ്കിൽ അഡ്വേർബിയലാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അഡ്വേർബിയൽ എന്നുള്ള സ്ട്രക്ചറാണ് ഇവിടെയുള്ളത്. ഇനി മറ്റൊരു സ്ട്രക്ചറാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഹി റീഡ്സ് എ ബുക്ക്. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഈ സെൻറ്റൻസുകൾ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. ഹി റീഡ്സ് എ ബുക്ക് എന്നുള്ളതിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, എ ബുക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് SVOO പാറ്റേൺ. ഒരു ഉദാഹരണം പഠിച്ചു വെക്കുക. ഐ ഗേവ് ഹിം എ നോട്ട് ബുക്ക്. ഇവിടെ 2 ഒബ്ജക്റ്റ് ഉണ്ട്. ഹിം എന്നുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്, നോട്ട് ബുക്ക് എന്നുള്ളത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് SVOA സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അഡ്വേർബിയൽ. ദേ സാങ് സോങ് ലാസ്റ്റ് നൈറ്റ്. ആ ഉദാഹരണവും പഠിച്ചു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട സെൻറ്റൻസ് സ്ട്രക്ചറാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെൻറ്റ്. ഉദാഹരണം, മനു ഈസ് എ പൈലറ്റ്. മനു സബ്ജക്റ്റാണ്, ഈസ് വെർബാണ്, പൈലറ്റ് എന്നുള്ളത് കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഏത് സ്ട്രക്ചറിൽ പെടുന്നതാണെന്നുള്ള കാര്യവും നമ്മളൊന്ന് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നൗൺ ഫ്രേസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. എല്ലാ നൗൺ ഫ്രേസും എഴുതേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റ് പൊസിഷനിൽ കർത്താവായിട്ട് വരുന്ന നൗൺ ഫ്രേസസ് മാത്രമാണ് എഴുതേണ്ടത്. മിസ്റ്റർ ജോൺ സ്പോക്ക് വിത്ത് റിയൽ ഫീലിംഗ്. ഇവിടെ ഫീലിംഗ് എന്നുള്ളത് ഒരു നൗണാണ്, മിസ്റ്റർ ജോൺ എന്നുള്ളത് ഒരു നൗണാണ്. അതുപോലെ 2ാമത്തെ ഉദാഹരണം, ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷ്യൂറി ഇൻ ബർബൂം. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്. അപ്പോൾ ഇവിടെ നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ നൗണും അതിനോട് ചേർന്ന് വരുന്ന സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്ന മറ്റ് കാര്യങ്ങൾ ചേർന്ന് ഉള്ളതാണ് നമ്മളിവിടെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. 1ാമത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലേസിൽ വരുന്ന നൗൺ ഫ്രേസ് മിസ്റ്റർ ജോൺ. 2ാമത്തെ സെൻറ്റൻസിൽ ദ ഷൂട്ടിംഗ്. 3ാമത്തെ സെൻറ്റൻസിൽ കുറച്ചധികം വാക്കുകൾ ചേർന്നിട്ടാണ് നൗൺ ഫ്രേസ് സബ്ജക്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്. അത്രയും വരെ അവിടെ നൗൺ ഫ്രേസ് ആണ്. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് എന്നുള്ളതിനെ വേണമെങ്കിൽ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡ് നൗൺ എന്ന് പറയുന്നത് ബ്ലഡാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിൽ നിങ്ങൾ എഴുതേണ്ടത് നൗൺ ഫ്രേസ് ആണ്. എല്ലാ നൗൺ ഫ്രേസും എഴുതേണ്ട, സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്ന നൗൺ ഫ്രേസ് മാത്രമാണ് എഴുതേണ്ടത്. അപ്പോൾ മിസ്റ്റർ ജോൺ, ദ ഷൂട്ടിംഗ്, എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് ഫ്രം ദ വൺസ് ഗിവൺ ബിലോ. ഈ താഴെ കൊടുത്തിരിക്കുന്ന പാസേജിൽ ചേരുന്ന ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്.
ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുള്ള ഫ്രേസൽ വെർബുകൾ പുട്ട് അപ്പ് വിത്ത്, പേ ഓഫ്, എൻഡ് അപ്പ്, ഗെറ്റ് എലോങ്, ടേക്കൺ അബാക്ക്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ആൻഡ് ജെയിൻ തോട്ട് ജാക്ക് ആൻഡ് ജിൽ വെർ വർക്കിംഗ് ഹാർഡ് ടു ഡാഷ് വെരി വെൽ ഇൻ ദെയർ ലൈഫ്. അവിടെ ചേരുന്ന ഫ്രേസൽ വെർബ് ഗെറ്റ് എലോങ് എന്നുള്ളതാണ്. ഗെറ്റ് എലോങ്, ഹാർഡ് ടു ഗെറ്റ് എലോങ് very well in their life, but she could not dash the idea of installment plans. She could not dash the idea of installment plans. ഇവിടെ ചേരുന്ന ഫ്രേസൽ വെർബ് put up with. She could not put up with the idea of installment plans. She gave them a check and asked them to dash one of their bills. ഇവിടെ ചേരുന്ന ഫ്രേസൽ വെർബ് pay off എന്നുള്ളതാണ്. She gave them a check and asked them to pay off one of their bills. She reminded them that if they didn't pay their bills, they would dash in the streets. ഇവിടെ ഡി വരുന്നത് end up. They would end up in the streets. അപ്പോൾ ഉത്തരങ്ങൾ ഒന്ന് ഗെറ്റ് എലോങ്, രണ്ടാമത്തത് പുട്ട് അപ്പ് വിത്ത്, മൂന്നാമത്തത് പേ ഓഫ്, നാലാമത്തത് end up.